കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 73/2023 ഹൈസ്കൂൾ ടീച്ചർ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ. ഇതിലധികവും നവോത്ഥാനത്തുനിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കയറാം. ആദ്യത്തെ ചോദ്യം, ഹു റോട്ട് ദി ബുക്ക് സ്മരണമഞ്ജരി? സ്മരണമഞ്ജരി എന്ന കൃതി ആരുടെയാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയാണ് സ്മരണമഞ്ജരി എന്ന കൃതി. 2. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സണാലിറ്റി ഹു പ്ലേഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കല്ലുമാല റിവോൾട്ട് ഇൻ കേരള? കല്ലുമാല സമരത്തിൽ പങ്കെടുത്ത പ്രധാന നേതാവ് ആരാണെന്ന ചോദ്യം. കല്ലുമാല സമരം നയിച്ചത് ആരായിരുന്നു? നോക്കാം. കല്ലുമാല സമരം അല്ലെങ്കിൽ മറ്റൊരു പേര് പെരുന്നാട് ലഹള ഏത് വർഷമാണ് നടന്നത്? 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാട് ലഹള നടന്നത്. എന്താണ് സംഭവം? അയിത്തജാതിക്കാരായ സ്ത്രീകളുടെ കാതിലും കഴുത്തിലുമൊക്കെ അന്നുണ്ടായിരുന്നത് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു. ഇത് വേണ്ട, സവർണജാതിക്കാർ അണിയുന്നത് പോലെയുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം എല്ലാ ജാതിക്കാർക്കും ഉണ്ട്, താഴ്ന്ന ജാതിക്കാർക്കും ഉണ്ട്. ഈ അവകാശം നേടാനും ഇതാണ് പ്രധാന ആശയം ഉണ്ടായിരുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പെരുന്നാട് ലഹള നടന്നത് ഇതിനു വേണ്ടിയാണ്. 1915 പെരുന്നാട് എന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ശ്രദ്ധിക്കണം, കൊല്ലത്താണ് പെരുന്നാട്. 3. ദി ഫ്രീഡം ഫൈറ്റർ ഹു ഡയഡ് ഓൺ എ ഹങ്കർ സ്ട്രൈക്ക് ഫോളോയിങ് ദി സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള? ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് പട്ടിണി സമരം നടത്തിയ ഫ്രീഡം ഫൈറ്റർ ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം കുഞ്ഞിരാമൻ അടിയോടി. 4. ഹു ഈസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് രത്നമണികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവനെക്കുറിച്ച് മുൻപും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും പോയിൻറ്റ്സ് നോക്കാം. നമ്മൾ കുമാരഗുരുദേവനെക്കുറിച്ച് പറഞ്ഞതാണ് എവിടെയാണ് ജനിച്ചത്? ഇരവിപേരൂരാണ് ജനിച്ചത്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. പിന്നെ ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഏതാണ് വർഷം? 1909. 1909 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇതിൻ്റെ ആസ്ഥാനവും ഇരവിപേരൂർ തന്നെയായിരുന്നു, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ തന്നെയാണ്. PRDSൻ്റെ മുഖപത്രം ആദിയാർ ദീപം എപ്പോഴും ചോദിക്കാറുണ്ട്. PSC പരീക്ഷയിൽ കുമാരഗുരുദേവൻ റിപ്പീറ്റായി വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ PRDSൻ്റെ മുഖപത്രം ആദിയാർ ദീപമാണ്. സ്ഥാപിച്ചതെന്നാണ് 1909. പൊയ്കയിൽ അപ്പച്ചൻ ദലിത സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, വെള്ളിനാടി സമരം, മംഗലം ലഹള എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താ തരിക? മംഗലം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നവോത്ഥാന നായകനുമായിട്ടാണ് മംഗലം ലഹള ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാതെ പോകരുത്. പൊയ്കയിൽ യോഹന്നാൻ. സവർണ ക്രിസ്ത്യാനികളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇദ്ദേഹം വാകത്താനത്ത് വെച്ച് ബൈബിൾ കത്തിക്കുകയുണ്ടായി. അതാണ് വാകത്താനം ലഹള. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി ഇദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അടിലഹള എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. അടിലഹള എന്താണ്, വാകത്താനം ലഹള എന്നാണ്. അത് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാനെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ്? 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു.
ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. അതാണ് ഇവിടുത്തെ ചോദ്യം. ആരുടെ കവിതാ സമാഹാരമാണ് രത്നമണികൾ എന്നത്? യോഹന്നാൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം പൊയ്കയിൽ യോഹന്നാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം 6. In which English missionary who started the first mixed school in Kerala? ഏത് ഇംഗ്ലീഷ് മിഷണറിയാണ് ആദ്യമായി ഒരു മിക്സഡ് സ്കൂള് കേരളത്തിൽ സ്ഥാപിച്ചത്? തോമസ് നോർട്ടൺ. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. തോമസ് നോർട്ടൺ. 7. The following are 2 disciples of Srinarayana Guru who attended the Vaikam Satyagraha in 1924. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ 2 ശിഷ്യന്മാർ ആരൊക്കെയാണ്? സ്വാമി സത്യവർദ്ധൻ, കൊട്ടുകോയിക്കൽ വേലായുധൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ. 8. Who introduced punctuation marks like full stop, comma, semicolon and question mark in Malayalam language? മലയാള ഭാഷയിൽ ചിഹ്നങ്ങൾ ഫുൾ സ്റ്റോപ്പ്, കോമ, സെമികോളൻ, ക്വസ്റ്റ്യൻ മാർക്ക് പോലുള്ള ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. നമുക്കറിയാം ഹെർമൻ ഗുണ്ടർട്ടാണ് നമുക്ക് ആദ്യമായിട്ടൊരു നിഘണ്ടു മലയാളത്തിൽ തയ്യാറാക്കിയത് അല്ലേ? അദ്ദേഹമാണ് ഇതുപോലുള്ള ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയത്. 9. ചോദ്യം ദി ഫോളോയിങ് റിവോൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. നടന്ന വർഷം അനുസരിച്ച് ഓർഡറാക്കി എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഉള്ളത്? പാലിയം സത്യാഗ്രഹം, കുട്ടംകുളം സത്യാഗ്രഹം, കടയ്ക്കൽ സമരം, കല്ലറ പാങ്ങോട് സമരം. നോക്കാം ഏതൊക്കെ നടന്ന വർഷങ്ങളെന്ന്. ഏതൊക്കെ പ്രക്ഷോഭങ്ങൾ? കല്ലറ പാങ്ങോട് സമരം, കടയ്ക്കൽ പ്രക്ഷോഭം, കുട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം. ഇതെല്ലാം നമുക്ക് നോക്കേണ്ടത്. പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് 1947 ഡിസംബർ 4-നാണ്. ഡേറ്റ് അടക്കം PSC ചോദിച്ച ചോദ്യമാണ്. പാലിയം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? 1947 ഡിസംബർ 4-ന്. പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയതാണ് പാലിയം സത്യാഗ്രഹം. ഏതാ വർഷം? 1947. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? സി കേശവനാണ് പ്രധാന നേതാവ്. പാലിയം സത്യാഗ്രഹം ഡിസംബർ 4, 1947 ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. കുട്ടംകുളം സമരം 1946 നടന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് കുട്ടംകുളം സമരം. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അല്ലേ? കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അനുമതിക്ക് വേണ്ടി 1946 കുട്ടംകുളം സമരം നടന്നു. കടയ്ക്കൽ പ്രക്ഷോഭം 1938 സെപ്റ്റംബറിലാണ് നടന്നത്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. ചോദിക്കാറുണ്ട്. രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത്. കടയ്ക്കൽ സമരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കടയ്ക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കടയ്ക്കൽ സമരം 1938 സെപ്റ്റംബറിൽ. പ്രധാന നേതാവ് ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ള. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷവും 1938 ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവിനെ എതിർത്തുകൊണ്ട് നടന്നതാണ്. അതുപോലെ നമ്മൾ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെ എതിർത്ത് നടന്നതും കല്ലറ പാങ്ങോട് സമരം 1938. പ്രധാന നേതാക്കളായിരുന്നു ചെല്ലപ്പൻ വൈദ്യരും കൊച്ചപ്പി പിള്ളയും. ഇതിൽ കൊച്ചപ്പി പിള്ളയെയും K കൃഷ്ണനെയും തൂക്കിലേറ്റി. പിന്നീട് കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റി. ആരൊക്കെ? കൊച്ചപ്പി പിള്ളയെയും K കൃഷ്ണനെയും. അപ്പോൾ എങ്ങനെയാണ് ആ ഓർഡർ? കല്ലറ പാങ്ങോട് സമരം, കടയ്ക്കൽ സമരം, കുട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം. ഇങ്ങനെയാണ് ഓർഡർ കറക്റ്റായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 10. Find out the social reformers of Travancore who participated in Salt Satyagraha in Malabar. മലബാറിലെ
ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ആരൊക്കെ? ഓപ്ഷൻ സി കൃഷ്ണപിള്ള, പി കൃഷ്ണപിള്ള, കെ കുമാർ, എൻ പി കുരുക്കൾ, പൊന്നറ ശ്രീധരൻ. 11. Which article of Indian Constitution deal with the Consolidated Fund of India? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 266. 12. Which amendment of Indian Constitution described that the total number of ministers, both union and state government, including the PM and CM respectively, should not exceed 15% of total strength of House? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം 15% കൂടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അമെൻമെൻറ്റ് ഏതായിരുന്നു എന്നാണ് ചോദ്യം. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 15% ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 15%-ൽ കൂടുതൽ മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം ഉണ്ടാവരുത് എന്ന് പറയുന്നത്. 13. The Article 371F contains special provision with respect to which state of India? 371F ഏത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പറയുന്നു? നമുക്കറിയാം, ഇത്രയും കാലം PSC റിപ്പീറ്റ് ചെയ്തിരുന്നു ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഇപ്പോൾ അതെടുത്ത് മാറ്റിയപ്പോൾ പുതിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 371F സിക്കിമിൻ്റെ പ്രത്യേക അധികാരത്തെ പറയുന്നു. ഉത്തരം സിക്കിം. 14. The State Food Commission comes under in which section of Food Security Act in 2013? 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ഏത് സെക്ഷനിൽ വരുന്നു? സെക്ഷൻ 16 പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷനെ കുറിച്ചാണ്. ഈ വർഷം ഒന്ന് ഓർത്ത് വയ്ക്കൂ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 നിലവിൽ വന്നത്. Question 15. The Transplantation of Human Organ Act passed in which year? ഈ ചോദ്യമൊന്നും അധികം കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കി വെക്കാം. The Transplantation of Human Organ Act passed in the year 1994. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ജനറൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം സബ്ജക്റ്റ് വൈസിലാണ്. അപ്പോൾ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ഫുള്ള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. See you.